അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന 4 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ 1/2 കപ്പ് നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇപ്പോൾ കട്ടകളെല്ലാം ഉടച്ച് ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചപ്പാത്തിക്ക് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ചപ്പാത്തി മുഴുവനും ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഈ മോരിൽ കിടന്നിട്ട് ചപ്പാത്തി എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടണം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ ചപ്പാത്തി കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ചപ്പാത്തിയൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ച ചപ്പാത്തി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ചപ്പാത്തി നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ചപ്പാത്തി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ചപ്പാത്തിയിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്ത റവയാണ്. അപ്പോൾ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ അന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് റവ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കും. ഇപ്പോൾ റവ സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ കട്ടിയായിട്ട് റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പേസ്റ്റ് രൂപത്തിലാക്കണ്ട, ഇതുപോലെ ചതച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടി പോവരുത്, 2 നുള്ള് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കായപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് കുറച്ച് ചേർത്ത് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 𝐸NO ഫ്രൂട്ട് സോൾട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരുണ്ടല്ലോ, അതെടുത്താലും മതി. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രം കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കാം.
ഞാനിവിടെ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള ഏതെങ്കിലും ചെറിയൊരു പാത്രം എടുത്താലും മതി, കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം, മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി അകത്ത് എയറൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു റിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ഉണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കാം. കറുത്ത എള്ളല്ല, വെള്ള എള്ളാണ്. അതുപോലെ തന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു 2 നുള്ളു ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 3/4 കപ്പ് വെള്ളമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി നീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇനി ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം മാവൊന്നും എന്താ ഒട്ടി പിടിച്ചിട്ടില്ല. ടൂത്ത് പിക്ക് നല്ലത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ എനിക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അഥവാ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് ചൂട് മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത 2 കപ്പ് വെള്ളവും വറ്റിപ്പോയിട്ടൊന്നുമില്ല. 1 ഗ്ലാസ് വെള്ളത്തിന്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കും. ഇപ്പോൾ എല്ലാ സൈഡും ഒന്ന് വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി കേക്ക് ടിന്നിന്റെ പുറത്ത് തട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് വീണ് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കോ അടിയിൽ പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റും സോഫ്റ്റും ആണ്. ഇനി ഇത് കുറച്ചും കൂടി ടേസ്റ്റും സോഫ്റ്റും നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച സിറപ്പ് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിൽ പിടിച്ച് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും ഉഗ്രൻ ടേസ്റ്റ് ആണ്. കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ചപ്പാത്തി ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എന്നും ചപ്പാത്തി കഴിച്ച് മടുത്തവരും ചപ്പാത്തി ബാക്കി വരുന്ന സമയം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ആ ചെറിയൊരു പുളിയും ആ ചെറിയൊരു എരിവും അതുപോലെ തന്നെ ചെറിയൊരു മധുരവും കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്